പഴുത്ത പഴം കൊണ്ട് രുചികരമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് പുതിയൊരു റെസിപ്പിയാണ്. ഫുൾ വീഡിയോ കണ്ടിട്ട് ഞാൻ എന്ത് പേരിടാമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 7 പഴം തൊലി കളഞ്ഞ് നന്നായി ഉടച്ച് വെച്ചിട്ടുണ്ട്. ഒരു പാനിൽ 2 സ്പൂൺ നെയ്യൊഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയിട്ട് നന്നായിട്ട് വറുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ആ പാനിൽ തന്നെ ഉടച്ച് വെച്ച പഴവും ഒരു നുള്ളു ഏലക്കാപ്പൊടിയും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അതിലേക്ക് 4 ശർക്കര പാവാക്കി വെച്ചത് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയും ചേർത്ത് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒരു ബൗൾ തേങ്ങ ചിരവിയതിട്ട് ബ്രൗണിഷ് കളറാകുന്നത് വരെ ഇളക്കി കൊടുക്കുക. 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഒരു ബൗള് വറുത്ത് മാറ്റി വെച്ച റവ കുറച്ചിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നന്നായി വെന്ത് വന്നതിന് ശേഷം ഓഫ് ചെയ്യാം. ഈ ചൂടോടെ തന്നെ സ്റ്റീൽ പാത്രത്തിൽ ഇട്ട് കൊടുത്ത് റൗണ്ട് ഷേപ്പിലുള്ള ബിസ്ക്കറ്റ് രൂപത്തിലാക്കി ഈ പാത്രത്തിലേക്ക് മാറ്റുക. സ്കൂൾ വിട്ടുവരുന്ന കുട്ടികൾക്കും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അധികം എണ്ണ ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത്. എല്ലാവരും എൻ്റെ ഈ പുതിയ പലഹാരം ഫസ്റ്റായിട്ട് ചെയ്ത് നോക്കണം. മറക്കാതെ ഇതിന് എന്ത് പേരിടണമെന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.